എന്റെ അമ്മ എന്റെ സ്കിൻ ഇപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എന്തുമാത്രം മാറ്റം വന്നിട്ടുണ്ട്. അൺഈവനായിട്ടുള്ള സ്കിൻ ടോൺ, പിമ്പിൾസിന്റെ മാർക്ക് ഒക്കെ മാറി നല്ല ക്ലിയർ ആൻഡ് ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിന് എന്നെ ഹെൽപ്പ് ചെയ്തൊരു മോയ്സ്ചറൈസറിന്റെ വീഡിയോ ആണ്. അപ്പൊ വീഡിയോ കംപ്ലീറ്റ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സാൻഡ്ര7. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹോം മെയ്ഡ് അലോവേര ക്രീമാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ നോർമലി ഉണ്ടാവുന്ന അലോവേര ജെല്ല് പോലെ അല്ല ഇത്. അപ്പൊ ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പൊ എന്താണെന്ന് കാണുന്നതിന് മുന്നേ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് നല്ല മോയ്സ്ചറൈസ് ചെയ്ത് നിർത്താനും അതുപോലെ തന്നെ സ്കിന്നിൽ ഉണ്ടാവുന്ന പിമ്പിൾസിന്റെ മാർക്ക്, അതുപോലെ അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോണ്, ടാനും ഒക്കെ റിമൂവ് ചെയ്ത് സ്കിന്ന് നല്ല ക്ലിയർ ആക്കാൻ ഒരുപാടധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഒരുപാട് നാളുകൂടെ യൂസ് ചെയ്യുന്നതാണ്, പക്ഷെ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പൊ നമ്മുടെ ഈ ഒരു കിഡിലെ മോയ്സ്ചറൈസർ തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന അലോവേറയാണ്. ഇത് ഒറിജിനൽ തന്നെ എടുക്കുക, അല്ലാത്ത ജെൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മോയ്സ്ചറൈസർ തയ്യാറാക്കാൻ പറ്റില്ല. അലോവേര കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഒരു യെല്ലോ കളർ ഫ്ലൂയിഡ് വരും. ഇത് ഫേസിലൊക്കെ ആയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ചൊറിയും. അതുകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് വെച്ച് കഴിയുമ്പോൾ അതിന്റെ ആ ഒരു യെല്ലോ ഫ്ലൂയിഡ് അങ്ങ് പോകുന്നതാണ്. ആ ഫ്ലൂയിഡ് വന്നൊരു ഭാഗമുണ്ട്, ഇതുപോലെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇപ്പോൾ ഒരു യെല്ലോ കളറിൽ ഇരിക്കുന്നുണ്ട്. അതൊന്ന് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് അലോവേര ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റുക. ഒന്നിൽ നിങ്ങൾക്ക് ജെല്ല് മാത്രമായിട്ട് എടുത്തതിന് ശേഷം കഴുകി എടുക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡിലും ഫോളോ ചെയ്യാവുന്നതുമാണ്. ഓയിൽ സ്കിന്നിനും ഡ്രൈ സ്കിന്നിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അലോവേര ജെൽ എന്ന് പറയുന്നത്. ഇതിന്റെ ഒരുപാടധികം ഗുണങ്ങളുണ്ട്. അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ മാറ്റുക, അതുപോലെ പിമ്പിൾസിന്റെ മാർക്ക് മാറ്റുക, അതുപോലെ തന്നെ സ്കിന്ന് നല്ല രീതിയിൽ തന്നെ ഗ്ലോയിങ് ആക്കുവാനും ഇത് ഒരുപാടധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അധികമായാൽ അമൃതം വിഷം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് അലോവേര ജെല്ലും. പറയുന്ന രീതിക്ക് അനുസരിച്ച് തന്നെ നിങ്ങളുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യേണ്ടതാണ്. ഇത് വൃത്തിയാക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ആഫ്റ്റർ എഫക്റ്റ് നമുക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യില്ല. അതിന്റെ അകത്തുള്ള ജെല്ല് ഇതുപോലെ ഇളക്കി എടുക്കേണ്ടതാണ്. ആ വൈറ്റ് കളർ ജെല്ല് മാത്രം ഇളക്കി എടുക്കുക, പച്ച സംഭവം വരാൻ പാടില്ല. ഇതുപോലെ എല്ലാത്തിൽ നിന്നും എടുത്ത ഈ ജെല്ല് എല്ലാം കൂടെ വീണ്ടും വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകി എടുക്കേണ്ടതാണ്. നല്ല രീതിയിൽ തന്നെ കഴുകി എടുക്കണം, അത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. കുറച്ചു നേരം വെള്ളത്തിലിട്ടെന്ന് കഴുകുമ്പോൾ തന്നെ അതിന്റെ അഴുക്കുകളൊക്കെ നന്നായിട്ട് പോകുന്നതായിരിക്കും. അതിനുശേഷം നമ്മളൊരു മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് അത് നന്നായിട്ട് തന്നെ മിക്സിയിലിട്ട് നല്ല രീതിയിൽ തന്നെ അടിച്ചെടുക്കും. ക്വാണ്ടിറ്റി കുറയുന്നതിനനുസരിച്ച് അത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പോൾ എനിക്കിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇതിൻ്റെ അകത്ത് തന്നെ കട്ടി കെട്ടിയായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതൊന്ന് അരിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് അരിപ്പൊടി, 1 സ്പൂൺ അരിപ്പൊടിയാണ് ചേർക്കുന്നത്. അരിപ്പൊടിക്ക് പകരം കോൺഫ്ലവറോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അത് രണ്ടും നല്ല രീതിയിൽ തന്നെ സ്കിൻ ബ്രൈറ്റനിങ്ങിന് ഹെൽപ്പ് ചെയ്യും. മിക്സ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്ത് കട്ട പോലെ ഇരിക്കാൻ പാടില്ല. അതെല്ലാം നന്നായിട്ട് കട്ട മാറ്റിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊരു ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് നന്നായിട്ടൊന്ന് കുറുകി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറച്ച് സമയം മതി, പെട്ടെന്ന് തന്നെ കുറുകി വരുന്നതാണെങ്കിൽ. കാരണം അതിൻ്റെ ക്വാണ്ടിറ്റി കുറവാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുറുകി കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവും, ഇതാണ് ഒരു ജെല്ല് രൂപത്തിൽ ആണ് ഇതിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഒരുപാട് ലൂസ് ആവാനും ഒരുപാട് തിക്കാവാനും പാടില്ല. എന്നിട്ട് നമ്മൾ ചൂട് മാറിയതിന് ശേഷം വൃത്തിയുള്ളൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. നല്ല വൃത്തിയുള്ളതായിരിക്കണം, അകത്ത് വെള്ളം നനവൊന്നും പാടില്ല. 3 ആഴ്ച ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുമാതിരത്തെ സ്മെല്ലായി പോകും. ഉപയോഗിക്കുന്ന സമയത്ത് കയ്യിൽ വെള്ളം നനവൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇപ്പൊ ഞാൻ ഈ കാണിക്കുന്ന വീഡിയോ നമ്മുടെ മോയ്സ്ചറൈസറിന്റെ ഒരാഴ്ചയ്ക്ക് ശേഷമുള്ള വീഡിയോ ആണ്. ഒരു വ്യത്യാസം വന്നിട്ടില്ല, പഴയതുപോലെ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. പിന്നെ ക്വാണ്ടിറ്റി കുറഞ്ഞിട്ടുണ്ട്, കാരണം ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. ഈ ഒരു മോയ്സ്ചറൈസർ മാത്രം കണ്ടിട്ട് കാര്യമില്ലല്ലോ, ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ആഴ്ചയിൽ 4 ദിവസമാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. ഓയിൽ സ്കിൻ ആണെങ്കിൽ ആഴ്ചയിൽ 4 ദിവസം, ഡ്രൈ സ്കിൻ ആണെങ്കിൽ ആഴ്ചയിൽ 3 ദിവസമാണ് ഉപയോഗിക്കേണ്ടത്. രാത്രി കിടക്കുന്നതിന് മുന്നേ ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം രാവിലെ ആകുമ്പോൾ വാഷ് ചെയ്യാറാണ് പതിവ്. ഈ ഒരു മെത്തേഡാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. മോർണിംഗ് അപ്ലൈ ചെയ്യാം, പക്ഷെ ഇതിന്റെ മുകളിൽ നമുക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ രാത്രി ഉപയോഗിക്കുന്നത്. എന്റെ സ്കിന്ന് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള സ്കിന്നാണ്, പക്ഷേ വെളിയിൽ നിന്ന് വീഡിയോ എടുക്കുന്ന സമയത്ത് അങ്ങനെ അറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ റൂമിൽ നിന്ന് വീഡിയോ എടുക്കുന്നത്. വീഡിയോയിൽ കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിലുപരി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു മോയ്സ്ചറൈസർ ആണ്, എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും പുതിയ വീഡിയോസ് ഒക്കെ വരെ അപ്ഡേറ്റ് ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യാൻ മറക്കില്ല. അപ്പൊ മറ്റൊരു വീഡിയോ കാണുന്നവരെയും ബൈ.